നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹലോ, കൺഗ്രാറ്റ്സ് പത്മ. ബിസിനസ്സിൽ ആർക്കും പകരം വയ്ക്കാൻ കഴിയാതെ നിങ്ങളുടെ കുടുംബം വളരുകയാണല്ലോ. ഇത്തവണത്തെ അവാർഡും കുടുംബത്തിലേക്ക് തന്നെയല്ലേ? അവാർഡ്സോ? എനിക്കങ്ങനെ അവാർഡ്സ് ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. അവാർഡ് അമ്മയ്ക്ക് കിട്ടിയാലും മകന് കിട്ടിയാലും സന്തോഷം ഒരുപോലെയല്ലേ? സൂര്യക്ക് കിട്ടിയ അവാർഡിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞേ. സൂര്യയോട് എന്റെ കൺഗ്രാറ്റ്സ് പറയണേ. എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് എന്നാ എനിക്ക് തോന്നുന്നത്. സൂര്യക്ക് അങ്ങനെ അവാർഡൊന്നും കിട്ടിയിട്ടില്ല. എന്താ പത്മ, നിങ്ങൾക്ക് തിരക്കുണ്ടെന്നറിയാം, പക്ഷേ സ്വന്തം കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും അറിയില്ലെന്ന് വെച്ചാ? അയ്യോ, ഞാൻ സത്യമായിട്ട് പറയാ, അങ്ങനെ ഒരു സംഭവം ഇല്ല. എങ്കി കേട്ടോ, യങ്സ്റ്റേഴ്സ് ആർമിയുടെ ബിസിനസ്മാൻ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് സൂര്യയാ. യങ്സ്റ്റേഴ്സ് ആർമി വലിയൊരു സംഘടനയല്ലേ? എന്തായാലും അവർ ഇങ്ങനെ ഒരു കാര്യം ഇതുവരെയ്ക്കും അനൗൺസ് ചെയ്തിട്ടില്ല. പിന്നെ അനൗൺസ് ചെയ്യാതെയാണോ സൂര്യയുടെ ഇന്റർവ്യൂ ടിവിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇന്റർവ്യൂ? പത്മ ചെന്ന് ടി വി ഓൺ ചെയ്ത് നോക്ക്. സൂര്യയുടെ ഇന്റർവ്യൂ ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ നോക്കട്ടെ. അമ്മയും മകനും തമ്മിലുള്ള തർക്കമൊക്കെ എനിക്കറിയാം, പക്ഷേ ഇത്തരം കാര്യങ്ങള് പൊതുജനം കൂടി ശ്രദ്ധിക്കുന്നതാ. അതൊക്കെ പത്മയൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ഞാൻ ആദ്യം ആ ഇന്റർവ്യൂ ഒന്ന് കണ്ടോട്ടെ, എന്നിട്ട് തിരിച്ചു വിളിക്കാം. ശരി, ഓക്കെ. എന്താ മമ്മി? അടുത്ത പണി എന്തോ ആണെന്ന് തോന്നുന്നു. അളിയനെന്താ ടിവിയില്? ഏതൊരു അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചു പറഞ്ഞേ. അവൻ ചിലപ്പോ നമ്മളോടൊരു സർപ്രൈസ് ആയിട്ട് പറയാതിരുന്നതായിരിക്കും. അവൻ ചെയ്യുന്ന സർപ്രൈസുകൾ ചെറുതൊന്നും അല്ലല്ലോ. എന്തായാലും നോക്കാം. സർ, സത്യത്തിൽ ഈ അവാർഡ് പ്രഖ്യാപനത്തിന്റെ തൊട്ടു പിന്നാലെ ഞാൻ സാറിനെ തിരക്കി ഓഫീസിലേക്ക് വിളിക്കുമ്പോൾ അവിടെ മറ്റൊരു വലിയ കാര്യം നടന്നിരിക്കുകയായിരുന്നു. അല്ല, എനിക്ക് മനസ്സിലായില്ല. ഒരു വിപ്ലവം തന്നെ. തൊഴിലാളികളുടെ പേരിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് തുടങ്ങിയതും സ്ഥിരമായി ലാഭവിഹിതം അവരുടെ പേരിൽ ഇടുന്നതുമാണ് ഞാൻ ഉദ്ദേശിച്ച കാര്യം. ആക്ച്വലി അതെന്റെ മാത്രം തീരുമാനമല്ല, എൻ്റെ കുടുംബത്തിന്റെ കൂട്ടായിട്ടുള്ളൊരു തീരുമാനമാണ്. ഭാഗ്യം, അവൻ എന്താ പറയാൻ പോകുന്നതെന്ന് പേടിച്ചിരുന്നു ഞാൻ. മോളെ, മോൾ ഇവിടേക്കാണോ? ദേ സൂര്യ സാറിനെ ടി വി കാണിക്കുന്നു. ആണോ? പിന്നെ എല്ലാരും കൂടി വട്ടം മുളകിനെന്ന് കാണുവാ. മോള് ചെല്ല്. സർ, കമ്പനിയുടെ ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ചും തൊഴിലാളികളും നിങ്ങളുടെ കുടുംബവും തമ്മിലുള്ള റിലേഷനെ കുറിച്ചും ഒന്നുകൂടി വ്യക്തമായിട്ട് പറയാമോ? മറ്റേത് കമ്പനിയും പോലെ ചില മാറി ചിന്തകളിലാണ് ഞങ്ങളും. ഏത് കാര്യവും കാലഘട്ടത്തിന് സ്യൂട്ടായിരിക്കണമല്ലോ. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കമ്പനിയിലും ക്ഷേമ പ്രവർത്തനങ്ങൾ തൊഴിലാളികളുടെ കാര്യത്തിലും നിർബന്ധമായിട്ടും ചെയ്തിരിക്കും. സർ, ഇത്രയും ചെറുപ്പത്തിൽ ഇത്രയും മികച്ച നേട്ടങ്ങൾ നേടി നിൽക്കുമ്പോൾ സാറിനെ ഇങ്ങനെയൊക്കെ ആക്കി തീർത്ത ഒരാള് ഇതിന് പുറകിലുണ്ടാവുമല്ലോ, ഒരു പ്രചോദനം. അതാരാണ് സർ? എന്താ സർ, പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? കാരണം നിങ്ങളെപ്പോലുള്ളവർക്ക്
ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ കിട്ടുന്നത് എവിടെ നിന്നായിരിക്കും എന്നറിയാൻ പുതിയ തലമുറയ്ക്ക് ആഗ്രഹം കാണും സർ.